नमस्ते बच्चे। पिछले कक्षा में हमने क्या सीखा? पिछले कक्षा में बचपन नामक एक कहानी सीखा। बचपन नामक कहानी कौन लिखा है? तुम्हें याद है बचपन नामक कहानी कौन लिखा है? बचपन नामक कहानी मैक्सिम गोर्की ने लिखा। मैक्सिम गोर्की कौन है? मैक्सिम गोर्की कौन है? मैक्सिम गोर्की रूस के प्रसिद्ध साहित्य रचनाकार थे। रूस मीन्स रशिया। रशिया कौन बेटा? रशिया। रूस के प्रसिद्ध साहित्यकार थे मैक्सिम गोर्की। 3 बच्चों के बारे में कहानी हमने पिछले कक्षा में सीखा। എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? 3 छोटे बच्चे उस आंगन में सुबह से शाम तक मग्न होकर खेल रहे थे। പിന്നെ तीनों कैसे थे? 3 പേരും അങ്ങനെയുള്ളവരാണ്. पूरी पतलून ले एक सी थी, पूरी पतलून और जैकेट। പിന്നെ एक ही तरह टोपी। പിന്നെ रंग रूप कैसा था? उन बच्चों का रंग रूप कैसे था? गोल चेहरा और बुरी बुरी आंखें। तुम्हें याद है? പിന്നെ എന്താണ് ഇവരുടെ സ്വഭാവം എങ്ങനെയാണ്? तीनों ने कभी लड़ते झगड़ते न एक दूसरे को चकाने की कोशिश करते। वे तीनों स्वस्थ സുഖടവർ ഫുർത്തിയിലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല മത്സര ബുദ്ധിയുള്ള നല്ല എല്ലാത്തിനും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഈ 3 കുഞ്ഞുങ്ങൾ. പിന്നെ എന്താണ്? ഏക് ദിൻ മേനെ പേട് പർ ചढ़कर മേനെ മീൻസ് ആരാണ്? ലേഖക്കാണ് കേട്ടോ. സീറ്റി മരത്തിന്റെ മുകളിൽ ഇരുന്ന് എന്താണ് വിസിലടിക്കുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ വന്ന് നോക്കുന്നു. പിന്നെ അവരൊന്നും പറയാതെ പോകുന്നു. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? അവര് എന്ത് ചെയ്യുന്നു? അപ്പം ഈ ലേഖകൻ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് താഴെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? കൊച്ചു കൊച്ചു പെബിൾസ് പിറക്കി പോക്കറ്റിലാക്കുന്നു. അപ്പോഴേക്കും ഇവരെ അവരുടെ വീട്ടിൽ നിന്ന് ഒരു വിളി വരുന്നു. ഈ കുഞ്ഞുങ്ങൾ അങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞാൽ ബെദക്കി ടോലിക്ക് തറക്കൾ പോകുന്നതാണ്. ഈ 3 പേരും ലൈനായിട്ട് അല്ലെങ്കിൽ അങ്ങ് പോകുന്നു. പിന്നെ ഒരു ദിവസം ലേഖകൻ നോക്കുമ്പോൾ എന്താണ് ഈ 3 കുട്ടികൾ എങ്ങനെയാണ് ആ പിച്ചോയിലേക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നു ഇല്ലേ? മഞ്ജലാഭായി മീൻസ് നടുക്ക് മിഡിലുള്ള ഭായ് സഹോദരൻ എന്താണ് കാണാനായിട്ടിരിക്കുന്നു. പിന്നെ അനാജകർക്ക് അവിടെ എവിടെയാണ് കളിക്കുന്നത്? ധാന്യപുര അവിടെയാണ് കളിക്കാൻ നിൽക്കുന്നത്. कोने में दोनों हाथों में आंखें दबाकर खड़ा था। बाकी दोनों भाई छिपने चले गए। बड़ा भाई अनाज घर के छप्पर के नीचे लेके सच में घुस गया. छप्पर अनाज घर के छप्पर मीन्स ധാന്യപ്പുരയുടെ മേലിട്ടിരുന്ന വക്തോലൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ അവിടെയുള്ള എന്താണ് അവിടെ വെച്ചിരിക്കുന്ന സ്ലഡ്ജിൽ കയറി ഒളിച്ചു. പിന്നെ അവിടെ കയറിയിരിക്കുന്നു. പിന്നെ ചോട്ടാഭായി എന്ത് ചെയ്യുന്നു? ആ കിണറിൻ്റെ അവിടെ കിടന്ന് തിരിയുന്നത് കണ്ടു. പക്ഷെ അവൻ എവിടെ ഒളിച്ചത് അറിയുന്നില്ല. ചോർ തേക്കോ ശേഷ് ഭാഗ് തേക്കോ. ചോർ ചില്ലായ ദോ. അപ്പോൾ കളറായിട്ടിരിക്കുന്ന 1 2 കൗണ്ടാണ്. घबराहट में छोटा कुएं पर चढ़ गया. वो रस्सी पकड़कर काली बाल्टी में बैठ गया. घबराहट मीन्स എന്താണ്? പേടിച്ചിട്ട് ചെറിയവൻ എന്ത് ചെയ്യുന്നു? കുയേ പാർ ചടികയ. അവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് കിണറിൽ ചാടിക്കയറിയിട്ട് രസി പകടുക്കർ ഖാലി ബാൾട്ടി മേ ബായിട്ട് ഗയ. രസി എന്താണ്? കയർ, റോപ്പ്. തൊട്ടി കയറില്ലേ? അതിലെ രസിയൊക്കെ അവൻ പിടിച്ച് രസി റോപ്പ്. കൊച്ചൻ ഇളയ ചോട്ടാഭായി എന്ത് ചെയ്യുന്നു? അവർ രസി പകടുക്കർ ഖാലി ബാൾട്ടി മേ ബായിട്ട് ഗയ. വെള്ളം ഒന്നിനാ തൊട്ടിക്കകത്ത് കയറുന്നു. ബാൾട്ടി ഉസ ലേക്കർ കുയേ മേ അന്തർ ലീഗി. ആ തൊട്ടി അപ്പോഴേക്ക് എങ്ങോട്ട് പോയി? കിണറ്റിലോട്ട് പോയി. केवल अंदर की दीवारों से उसके टकराने का झंझन शब्द सुनाई पड़ा. പിന്നെ എന്താണ് കേൾക്കുന്നത്? തൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോഴുള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ. തൊട്ടി കിണറിൻ്റെ ഭിത്തിയിലൊക്കെ പിടിക്കും മുട്ടുമ്പോഴുള്ള ഒരു സൗണ്ട്, झंझन സൗണ്ട് മാത്രം. मुझे घाटों तो भूल नहीं, आज भयानक हादसा हो जाएगा. मुझे ये समझते देर न लगी. लटका कुएं में गिरा. चिल्लाकर मैं आंगन में कूद पड़ा. എന്താണ്? मुझे घाटों तो भूल नहीं. ब्लड निकालना मुझे घाटों तो भूल नहीं. आज भयानक हादसा. हादसा मीनिंग एक्सीडेंट. हादसा एक्सीडेंट. ഇന്ന് എന്തോ വലിയൊരു അപകടം, ഒരു വിപത്ത് നടക്കുമല്ലോ. ഹാദസ
हो जाएगा मुझे समझते डर न लगी लड़के कुएं में गिरा അയ്യോ അതാണ് കുട്ടി കിണറ്റി വീണെന്ന് പറഞ്ഞ് ചില്ലാന മീൻസ് എന്താണ് നിലവിളിക്കുക ഒച്ചത്തിൽ കറങ്ങുന്നുണ്ട് ആ പിന്നെന്താ ലേഖൻ मेरे कुएं तक पहुंचते मंचला लड़का भी वहाँ पहुंच चुका था എന്താണ് കിണറിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും എന്താണ് മഞ്ചല നടുക്കുള്ളവനും കൂടെ അവിടെ എത്തി വരുന്നു ഉസ്നെ രസി ഥാം ലീ थी അവൻ എന്ത് ചെയ്തു കയറെ പിടിച്ച് വലിക്കുകയാണ് ഉസ്നെ സംഭാൽ നഹീ രഹാ था പക്ഷേ അവൻ അത് നടത്തുന്നില്ല എന്താണ് വലിച്ച് പിടിച്ചങ്ങോട്ട് കയറ്റാൻ ഒക്കുന്നില്ല ബോച്ച് ഭാരം കൊണ്ട് നടക്കുന്നില്ല സാധ് തൊട്ടി വലിച്ചു കയറ്റാൻ അല്ലെ കയറെ പിടിച്ച് വലിക്കാൻ ഒക്കുന്നില്ല വഹുഖുദ് ഭി ഖിഞ്ചാ ജാ രഹാ था फिर भी कसकर रस्सी को थामे हुआ था എന്താണ് फिर भी कसकर എന്താണ് അങ്ങനെ പിടിച്ച് ഭയങ്കര വെയിറ്റ് ഉള്ളതാ പിടിച്ച് വലിക്കുമ്പോൾ അവനും കൊച്ചാണ് അപ്പോൾ എന്താണ് കൈക്ക് വേദന എടുക്കുന്നു ഉംഗലിയാ ഘടി ജാ രഹി थी तब तक मैंने भी रस्सी पकड़ ली അപ്പോഴേക്കും ഞാനും കൂടെ വന്ന് എന്തെല്ലാം കയറി പിടിച്ചു ഈ കയറെ കയറി പിടിച്ചു इसी बीच बड़ा भाई दौड़ा आया और तीनों ने मिलकर बाल्टी ऊपर खींच ली इसी बीच बड़ा भाई അപ്പോഴേക്കും മൂത്ത ബ്രദർ ഓടി വന്നു बड़ा भाई दौड़ा आया और तीनों ने मिलकर बाल्टी ऊपर खींच അങ്ങനെ ആ മൂന്ന് പേരോട് ചേർന്ന് എന്ത് ചെയ്തു തൊട്ടി വലിച്ച് എടുത്തു छोटा लड़का निकल आया वह बुरी तरह डर गया था छोटा लड़का എൻ്റെ വീണത് छोटा लड़का അവൻ എന്ത് ചെയ്തു അവൻ വളരെയധികം ഭയപ്പെട്ടു പോയിരുന്നു दाहिने हाथ की उंगलियां फट गई थी और उनसे खून निकल रहा था एक गाल भी बुरी तरह छिल गया था कमर तक कपड़े पानी से तर थे चेहरा फीका पड़ गया था पर वह मुस्कुराया और कांपता हुआ में गिर गया എന്താണ് പറഞ്ഞത് ദാഹിനെ ഹാത്ത് की उंगलियां फट എന്താണ് റൈറ്റ് ദാഹിന മീൻസ് റൈറ്റ് ദാഹിന right दाहिने हाथ की उंगलियां എന്താണ് ഫിംഗേഴ്സ് उंगलियां ഫിംഗേഴ്സ് ഫിംഗർ എന്താണ് വലത്ത് കൈയിലെ വിരലുകളെല്ലാം ഫട്ട് മീൻസ് പൊട്ടി उनसे खून निकल रहा था അതിൽ നിന്ന് ചോര വരാൻ തുടങ്ങി ഏത് കാൽ भी बुरी तरह छिल गया എന്താണ് കവളത്തെ ചിരിത്തൊലിയൊക്കെ പൊട്ടി കമർ കപ്പടെ പാനി സേ ഭർത്തെ എന്താണ് അരവരകളുടെ ഭാഗത്ത് എന്താണ് വെള്ളം കൊണ്ട് നനഞ്ഞു ചെഹര ഫീക്ക പട് ഗയാ था ചെഹര മീൻസ് മുഖം അതെങ്ങനെയാണ് കിണറ്റിനകത്ത് വീണതല്ലേ അപ്പോൾ വല്ലാതെ വല്ലാതെ അങ്ങ് പേടിച്ചരണ്ട മുഖമായി പോയി वो मुस्कुराया എന്നിട്ട് ചിരിച്ചോണ്ട് എന്നിട്ട് വിറച്ചോണ്ട് പറഞ്ഞ് കാമ്പത്താ ഹുവാ ബോല ചിരിച്ചോണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് പിന്നെ പറഞ്ഞു മേ ഗിർ ഗയാ ഞാൻ വീണു എന്ന് പറയുന്നു मंजला भाई बोला बिना बुद्धू है और उसे गले से लगाकर अपने छोटे छोटे हाथों से उसके चेहरे का खून पोंछने लगा बेटे ने माथे पर बेल देकर कहा अब तो पकड़े जाएंगे चलो घर चले അപ്പോൾ മഞ്ജല ഭായി നടുക്കുള്ള സഹോദരൻ അവൻ പറഞ്ഞു ബല ബുദ്ധു ഹേ और इसे गले से लगाकर अपने എന്നിട്ട് എന്ത് ചെയ്തു അവൻ്റെ കവളത്ത് പിടിച്ചിട്ട് ഇങ്ങനെ छोटे छोटे हाथों से उसके എന്നിട്ട് അവനത് കൊച്ചിലല്ലേ അവരെല്ലാം ഒരേ പ്രായത്തിൽ ഒരേ കൊച്ചു പിള്ളേരാണ് മൂന്ന് പേരും അപ്പോൾ എന്താണ് അവൻ്റെ കൈ പിടിച്ചിട്ട് എന്ത് ചെയ്തു അവൻ്റെ ആ കൈ കൊണ്ട് എന്ത് ചെയ്യുന്നു മുഖത്തെ ആ ചോരയൊക്കെ പോഞ്ചിന മായ്ച്ചു കളഞ്ഞു രക്തമൊക്കെ മായ്ച്ചു കളഞ്ഞു ബെഡേനെ മാഥേ പർ ബെൽ ദേക്കത്തവ അപ്പം വലിയവൻ എന്ത് ചെയ്തു തലയൊക്കെ ഒന്ന് തടവി അപ്പൊ പകടെ ജായേങ്കി ചലോ എന്നെ പിടിച്ചോ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പോകുന്നു അപ്പം എന്താണ് കിണറ്റ് വീണപ്പോഴത്തേക്കും കൊച്ചു ചോട്ടായാണ് അവർക്ക് വീണപ്പോഴത്തേക്കും അവന് പേടിച്ചു പോയി അപ്പോൾ ചേട്ടന്മാരവനെ വഴക്കൊന്നും പറഞ്ഞില്ല ഭയങ്കര സ്നേഹത്തോടെ നോക്കിയൊക്കെ നടക്കണ്ടേ ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് തലോടി അങ്ങനെ അവർ വീട്ടിലോട്ട് പോന്നു मैंने पूछा तुम लोगों की पिटाई होगी क्या उसने सिर हिलाया और अपना हाथ मेरे हाथ की तरफ बढ़ाते हुए बोला
तुमने खूब फुर्ती दिखाई। उसकी प्रशंसा से मैं बाग बाग हो गया और उसका हाथ अपने हाथ में लेने की सुधि ही न रही। मैं जब तक संभालूं तब तक उसने मंजले से कहा, जल्दी चलो नहीं तो उसे सर्दी लग जाएगी। घर में इतना ही कहेंगे कि गिर पड़ा, कुएंगा नाम लेने की जरूरत नहीं है. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഞാൻ എന്ന് പറയുന്ന ആരാണ്? ലേഖകനാണ്. അപ്പോൾ ചോദിച്ചു, വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വഴക്കൊക്കെ കേൾക്കുമോ എന്ന് ചോദിച്ചു, അടി കിട്ടുമോ? उसने सिर हिलाया और अपना हाथ मेरे हाथ की तरफ बढ़ाते हुए बोला. എന്താണ്? എന്നിട്ട് എൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, उसने അവരെന്താണ്? ഇല്ല, തലയടക്കി. തലയടക്കി. और अपना हाथ मेरे हाथ की तरफ बढ़ाते हुए बोला, तुमने फुर्ती दिखाई. നിങ്ങളാണ് എളുപ്പമെന്നെല്ലാം എന്താണ് സാധിച്ചു തന്നത് അല്ലെ കാണിച്ചത്. എന്താണ്? उसकी प्रशंसा से मैं बाग बाग हो गया और उसका हाथ अपने हाथ में लेने की सुधि ही न रही. मैं जब तक संभालू तब तक उसने मंजर ഞങ്ങൾ ശ്രദ്ധിച്ചോളാം നോക്കാന്നൊക്കെ പറഞ്ഞു. ജൽദി ചലോ नहीं तो इसे सर्दी लग जाएगी. പെട്ടെന്ന് നടക്ക് എന്ന് പറഞ്ഞു. घर में इतना ही कहेगी गिर पड़ा. വീട്ടിൽ ചെന്ന് ഇത്രയും പറഞ്ഞാൽ മതി, വീണു. കുയെ കാ നാം ലേനേക്ക് സരു, അത് കുയെ കിണറ്റി വീണു എന്നുള്ള കാര്യം പറയണ്ട. छोटा सिर हिलाकर बोला, ठीक है हम लोग कर देंगे कि गड्ढे में गिर पड़े और वे चले गए. എന്താണ് ചോട്ട അന്നേരം ചേട്ടന്മാർ പറഞ്ഞത് കേട്ടു. ശരി, കിണറ്റി വീണെന്നൊന്നും പറയണ്ട, പിന്നെ പറയാം. हम लोग कर देंगे कि गड्ढे में गिर पड़े. गड्ढ മീൻസ് വലിയ ഹോളിലെ കുഴിയിലോ വല്ലതും വീണെന്ന് പറയാം. അങ്ങനെ പറഞ്ഞവർ നടന്നു. एक हफ्ते तक तीनों भाई आंगन में दिखाई नहीं पड़े. फिर जब वे आए तो हमेशा से अधिक उत्साह में थे. बड़े ने मुझे देखते ही मैत्रीपूर्ण स्वर में कहा, आओ हम लोगों के साथ खेलो. एक हफ्ते तक तीनों भाई आंगन में दिखाई. ഒരാഴ്ചത്തോളം എന്താണ് ഈ സഹോദരന്മാർ അല്ലെ ഈ മൂന്ന് സഹോദരങ്ങളെ എവിടെ കണ്ടില്ല? ഈ മുറ്റത്ത് കളിക്കാനൊന്നും കണ്ടില്ല. फिर जब वे आए तो हमेशा से अधिक उत्साहमें, പിന്നെ അവരെ വളരെയധികം ഉത്സാഹത്തോടെ കണ്ടു. बड़े ने मुझे देखते ही मैत्रीपूर्ण स्वर में कहा, मैत्रीपूर्ण വളരെ ഫ്രണ്ട്ഷിപ്പ്, വളരെയധികം സന്തോഷത്തോടു കൂടി എന്താണ് പറഞ്ഞു, ആവോ ഹം ലോഗോं के साथ खेलेगा, നീയും വാ ഞങ്ങളുടെ കൂടെ വന്ന് കളിക്ക്. हम लोग स्लज में चढ़ गए और वहाँ बड़ी देर तक एक दूसरे का परिचय लेते रहे. അപ്പം ഈ ആദ്യമേ ഈ മൂന്നും കുട്ടികൾ തമ്മിലായിരുന്നു കളിക്കുന്നത്. അപ്പോൾ ലേഖൻ ഇതെല്ലാം നോക്കി നിന്ന്, അന്ന് കൊച്ചു കുട്ടിയാണ് കേട്ടോ, അപ്പോൾ അന്ന് ഇതെല്ലാം നോക്കി നിന്ന് കാണുമായിരുന്നു. പക്ഷേ അന്ന് ഒരാപത്തിൽ സഹായിച്ചത് കണ്ടപ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് എന്തായി, ഇവനെ ഇനി കളിക്കുമ്പം ലേഖകന് അത് ഈ കൊച്ചു കുട്ടിയെ കൂടെ കൂട്ടണം എന്നവർക്ക് തോന്നി, ആ പിള്ളേർക്ക് തോന്നി. എന്നിട്ട് എന്താണ്, हम लोग स्लज में चढ़ गए और वहाँ बड़ी देर तक दूसरे का परिचय लेते रहे. मैंने पूछा, क्या तुम लोगों को भी मार पड़ी थी? എന്നിട്ട് ഇവര് സ്ലഡ്ജ് അറിയത്തില്ലേ, മഞ്ഞിൽ കൂടെ പോകുന്ന സാധനമാണ്, ഒരു വസ്തു. हम लोग स्लज में चढ़ गए और वहाँ बड़ी देर तक उसने, എന്നിട്ട് അവർ ഒത്തിരി ദൂരത്തൊക്കെ പോയി വളരെയധികം പരിചയത്തോടെ അവർ സംസാരിച്ചു. मैंने पूछा, क्या तुम लोगों को भी मार पड़ी थी? അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അപ്പോഴൊരു അന്ന് അടി കിട്ടിയോ? अच्छी तरह. बड़े ने उत्तर दिया, मुझे आश्चर्य हुआ कि इन बच्चों को भी मेरी तरफ मार पड़ती है. मुझे लगा ये तो अन्याय है. അപ്പോൾ പറഞ്ഞ നല്ലപോലെ കിട്ടി. ആരാണ് അതിനങ്ങനെ പറഞ്ഞത്? बड़ा भाई ആണ് പറഞ്ഞത്. बड़े ने उत्तर दिया, मुझे आश्चर्य हुआ कि इन बच्चों को भी मेरी तरफ मार पड़ती है. मुझे लगा ये तो अन्याय है. എന്താണ്, എനിക്കും ആശ്ചര്യം തോന്നി. എന്താണ്, इन बच्चों को भी मेरी तरफ मार पड़ती है. ഇവർക്കും എന്നെപ്പോലെ തന്നെയൊക്കെ അടി കിട്ടാറുണ്ട്. मुझे लगा ये तो अन्याय है. एक लेखक मैक्सिम गोर्की बचपन के बारे में एक कहानी लिखा है. इसका अभ्यास प्रश्न देखो. नटखट मीन्स എന്താണ്, ശരാരത്തി, കുസൃതി എന്നുള്ളതാണ് കേട്ടോ. നട്കഡ്
സുധി മീൻസ് സുധി എന്ന് വെച്ചാൽ യാദ് ഓർമ്മ. സുധി സുധി യാദ് യാദ് മീൻസ് ഓർമ്മ. മഖ്ഷൂൾ എന്ന് വെച്ചാൽ മഷ്ഗൂൽ മഗ്നു ഹോന മുഴുകിയിരിക്കുക. സ്ലഡ്ജ് ബർഫ് पर चलने वाली गाड़ी മഞ്ഞിൽ കൂടി പോകുന്ന ഒരു വണ്ടിയാണ് ഇത് സ്ലഡ്ജ്. ബർഫ് पर चलने वाले ഓറലായിട്ട് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ? ആംഗൻ में कितने बच्चे खेल करते थे? आंगन में कितने बच्चे മുറ്റത്ത് എത്ര കുട്ടികളായിരുന്നു? आंगन में कितने बच्चे खेल रहे थे? कितने बच्चे എത്ര കുട്ടികളാണ് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നത്? 3 बच्चे. आंगन में 3 बच्चे खेला करते थे. तीनों की पोशाक कैसी थी? तीनों की पोशाक कैसी थी? तीनों മൂന്ന് പേരുടെ पोशाक मींस ड्रेस. कैसी थी എങ്ങനെയുള്ളതായിരുന്നു മൂന്ന് പേരുടെ ഡ്രസ്? तीनों की पोशाक कैसी थी? भूरी पतलून और जैकेट एक जैसी थी. टोपी भूरी पतलून भूरी मींस ब्राउन कलर ट्राउजर जैकेट पिन्या एक टोपी. सबसे छोटा बच्चा कैसा था? छोटा बच्चा കൊച്ചു പയ്യൻ എങ്ങനെയുള്ളതായിരുന്നു എന്നാ പറഞ്ഞത് നമ്മൾ പഠിച്ചത്. सबसे छोटा बच्चा എങ്ങനെയുള്ളതായിരുന്നു? सबसे छोटा बच्चा गोल मटोल नटकर गेंसा नाटा था. सबसे छोटा बच्चा गोल मटोल नटकर गेंसा नाटा था. बड़ा भाई कहाँ छिपा था? बड़ा भाई कहाँ छिपा था? बड़ा भाई कहाँ छिपा था? എവിടെയായിരുന്നു വലിയ മൂത്ത സഹോദരൻ ഒളിച്ചിരുന്നത്? സ്ലഡ്ജ് മേം छिपा था. ആൻസർ എങ്ങനെ പറയും? बड़ा भाई स्लडज में छिपा था. बड़ा भाई स्लडज में छिपा था. घटना वाले दिन तीनों बच्चे आंगन में कौन सा खेल खेल रहे थे? घटने वाले ആ സംഭവം നടന്ന ദിവസം तीनों बच्चे आंगन में कौन सा खेल खेल रहे थे? അവർ ഏത് കളിയായിരുന്നു കളിച്ചിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപകടം ആ സംഭവം നടന്ന ദിവസം आंख मिचोली खेल रहे थे. घटना वाले दिन तीनों बच्चे आंगन में आंख मिचोली खेल रहे थे. कौन सा बच्चा चोर बना था? चोर मीन कलती. അപ്പോൾ कौन सा बच्चा चोर बना था? ഏത് കുട്ടിയാണ് ചോറായിട്ട് വന്നത്? मंझला भाई. कुएं में कौन सा बच्चा गिर गया? कुएं में कौन सा बच्चा ഏത് കുട്ടിയാണ് കിണറ്റിൽ വീണത്? कुएं में कौन सा बच्चा गिर गया? छोटा बच्चा. देखो आंगन में मग्न होकर कौन खेलते थे? आंगन में मग्न होकर आंगन मीൻസ് കോർട്ട്യാർഡ്. മുറ്റത്ത് എന്താണ് അവർ കളിച്ചുകൊണ്ടിരുന്നത് ആരായിരുന്നു എന്നാണ്. ആംഗൻ में मग्न होकर कौन खेलते थे? ആരാണ് കളിച്ചുകൊണ്ടിരുന്നത്? 3 बच्चे 3 കുട്ടികൾ. आंगन में मग्न होकर 3 बच्चे खेलते थे. तीनों बच्चों का चेहरा कैसा था? तीनों बच्चों का चेहरा कैसा था? മൂന്ന് കുട്ടികളുടെ ഫേസ് എങ്ങനെയുള്ളതായിരുന്നു? ഗോൾ റൗണ്ട് ഷേപ്പ് വട്ടമുഖമായിരുന്നു. അപ്പോൾ എങ്ങനെ പറയാം ആൻസർ? तीनों बच्चों का चेहरा गोल था. कौन सा भाई आंख मिचोली के खेल में चोर बना था? कौन सा भाई आंख मिचोली के खेल में चोर मीन्स കഴിക്കുന്നതാണോ? അല്ല, കള്ളൻ എന്നുള്ളതാണ് ഹിന്ദി കേട്ടോ. कौन सा भाई आंख मिचोली के खेल में चोर
ബനാത. ഏത് ഭായി ആയിരുന്നു ചോറായത്? മഞ്ചല ഭായ്. നടുക്കത്തെ പയ്യനായിരുന്നു ആരായത്? ചോർ ആയത്. ചോർ മീൻസ് കള്ളൻ. स्लेज में कौन सा भाई घुस गया था? स्लेज में कौन सा भाई घुस गया था? സ്ലെഡ്ജിൽ കയറിയത് ഏത് ഭായി ആയിരുന്നു? ഏത് സഹോദരനാണ്? ബഡാ ഭായി. സ്ലെഡ്ജ് में बड़ा भाई घुस गया था. स्लेडज में बड़ा भाई घुस गया था. कुएं में गिरने से छोटे लड़के के क्या छिल गए थे? എന്താണ് കുയേ? കുയേ മീൻസ് വെല്ലാണ്, കിണറാണ് കേട്ടോ. കുയേ കുയേ മേ ഗിർനെ സെ ചോട്ടെ ലഡ്കെ ने क्या छिल गए थे? ഏതാണ്? കബള്, ഗാൽ. ആൻസർ ഗാൽ. കുയേ മേ गिरने से छोटे लड़के के गाल छिल गए थे. कितने हफ्ते बाद में बच्चे आंगन में दोबारा दिखे? എപ്പോഴാണ്? എ. आंसर ये. किसने कहा मैं गिर गया? ആരാണ് പറയുന്നത് അങ്ങനെ? ഞാൻ വീണു ആരാ പറഞ്ഞേ? ഓർമ്മയുണ്ടോ? ചോട്ടാ ഭായി. ആൻസർ ഇസ് ചോട്ടാ ഭായി. बला बुद्धू है. तो പറഞ്ഞത് बला बुद्धू है. किसने कहा? मंजला भाई ने कहा. रिक्त स्थान पर वाक्य पूरे कीजिए എന്നുള്ളത് तुम लोगों की डाश होगी क्या? आंसर വരുന്നത് पिटाई. तुम लोगों की पिटाई होगी क्या? मैंने पेट पर चढ़कर डाश बजानी शुरू कर दी. मैंने पेट पर चढ़कर ഡാഷ്. ഞാൻ മറ്റു കയറിയിരുന്ന് എന്ത് വാദ്യമാണ് സ്റ്റാർട്ട് വായിച്ചത്? അല്ലെ വായിച്ചത് എന്താണ് പറഞ്ഞത്? മേനെ പേട് पर चढ़कर सीटी विजिल सीटी बजानी शुरू कर दी. वो रस्सी पकड़कर डाश में बैठ गया. वो रस्सी में पकड़कर എന്തിലെ പിടിച്ചത്? ബാൽട്ടി. ബാൽട്ടി മീൻസ് ബക്കറ്റ്. वे डाश आंख मिचोली खेलने लगे. वे डाश आंख मिचोली. എത്ര പേരായിരുന്നു അവർ കളിച്ചത്? ആंख मिचोली ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചത് ആരാണ്? तीनों. അപ്പം ആൻസർ ഇസ് वे तीनों आंख मिचोली खेलने लगे. तीनों की डाश एक जैसी थी. तीनों की डाश एक जैसी थी. तीनों की पोशाक. पोशाक മീൻസ് ഡ്രസ്. അവരുടെ മൂന്നിന്റെ ഡ്രസ് എങ്ങനത്തേതായിരുന്നു? ഒരുപോലെ ഉള്ളതായിരുന്നു. ऑपोजिट विलोम शब्द देखो. भला बुरा, न्याय अन्याय, अंदर बाहर, दूर पास, नीचे ऊंचे, छोटा बड़ा. देखो विलोम शब्द. विलोम शब्द भला बुरा, न्याय अन्याय, अंदर बाहर, अंदर ऑपोजिट बाहर, दूर पास, नीचे ऊंचे, छोटा बड़ा. न्याय अन्याय, अंदर बाहर, दूर पास, नीचे नीचे, छोटा बड़ा.
श्रुतलेख वर्ड्स. श्रुतलेख എന്ന് വെച്ചാൽ ഡിക്റ്റേഷൻ വേർഡ്സ്. श्रुतलेख शब्द. श्रुतलेख शब्द എന്ന് വെച്ചാൽ ഡിക്റ്റേഷൻ വേർഡ്സ് കേട്ടോ. श्रुतलेख शब्द. मैत्री पूर्ण. मैत्री पूर्ण. मैत्री पूर्ण. फुर्तीले स्पीडिലായിട്ട് फुर्तीല. स्वस्थ. स्वस्थ में നല്ല ഹെൽത്തി ആയിട്ടുള്ള स्वस्थ. प्रशंसा. अफसोस मीन्स अफसोस. अफसोस दुख. sorrow. मशगूल. मशगूल നല്ല ബിസി ആയിട്ടുള്ളത്. സുഖട്. നല്ല കോമ്പറ്റീവ് മത്സരബുദ്ധിയുള്ളവരാണ് സുഖട്. सीठी. सीठी विसिल. पोशाक ड्रेस. ध्यान मीन्स केयर श्रद्धा. देखो श्रुतलेख मीन्स डिक्टेशन वर्ड्स ആണ് കേട്ടോ. ശ്രുതലേഖം എന്ന് പറഞ്ഞാൽ ഡിക്റ്റേഷൻ വേർഡ്സ് ആണ് പറയുന്നത്. मैत्री फुर्तीले स्वस्थ प्रशंसा अफसोस मशगूल सुखद सीटी पोशाक ध्यान. बच्चा हमारा दूसरा अध्याय दूसरा पाठ समाप्त हो चुकी. एक एक्टिविटी है, आप अपने परिवारजनों के साथ कैसे रहते हैं. आप अपने परिवार നിങ്ങളുടെ കുടുംബത്തോടുള്ളവരോട് നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്. സാത്ത് കേസേ രംഗത്തെ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊരു 5 സെൻറ്റൻസ് എഴുതി നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ ഇടണം കേട്ടോ. ആ अपने परिवारजनों के. അത് പരിവാരം എന്ന് പറഞ്ഞാൽ അനിയനോടോ ചേട്ടനോടോ അനിയത്തിയോടോ എന്നുള്ളത് മതി. അച്ഛനോ അമ്മയോടോ എന്നുള്ളതല്ല. നിങ്ങളുടെ സഹോദരങ്ങളോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നതിനുള്ള